നമുക്ക് കിട്ടിയത് ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 9 റൈസ് ടു k പ്ലസ് 1 ഡിവൈഡഡ് ബൈ k പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു k ഫാക്ടോറിയൽ ബൈ 9 റൈസ് ടു k. ഇതിൽ നിന്ന് നമുക്ക് മാക്സിമം പോസിബിൾ ആവുന്നതൊക്കെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 9 റൈസ് ടു k പ്ലസ് 1 തന്നെ 9 റൈസ് ടു k ഇൻറ്റു 9 എഴുതി k പ്ലസ് 1 ഫാക്ടോറിയലിന് k പ്ലസ് 1 ഇൻറ്റു k ഫാക്ടോറിയൽ എഴുതി ഇൻറ്റു k ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 9 റൈസ് ടു k. Cancel ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്യാം. 9 റൈസ് ടു k ക്യാൻസൽ, k ഫാക്ടോറിയൽ then ക്യാൻസൽ ചെയ്തു. റിമൈനിങ് ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 9 ബൈ k പ്ലസ് 1. 9 ബൈ k പ്ലസ് 1 ലിമിറ്റ് അപ്ലൈ ചെയ്താൽ 9 ബൈ ഇൻഫിനിറ്റി വിച്ച് ഇസ് ക്ലിയർലി 0. 9 ബൈ ഇൻഫിനിറ്റി 1 ബൈ ഇൻഫിനിറ്റി 2 ബൈ ഇൻഫിനിറ്റി ഒക്കെ 0 ആണ്. ദറ്റ് ഈസ് റോ ഈക്വൽ ടു 0 വിച്ച് ഇസ് ക്ലിയർലി ലെസ് ദാൻ 1. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ റേഷ്യോ ടെസ്റ്റിൻ്റെ കൺക്ലൂഷൻ എന്താ? ഇഫ് റോ ഈസ് ലെസ് ദാൻ 1 ഇറ്റ് ഈസ് കൺവേർജൻറ്റ്, ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ഡൈവേർജൻറ്റ്, ഇഫ് റോ ഈക്വൽ ടു 1 ടെസ്റ്റ് ഫെയിൽസ്. അങ്ങനെയാണ് നമ്മുടെ കൺക്ലൂഷൻ. അപ്പോൾ ഇവിടെ റോ ബൈ റേഷ്യോ ടെസ്റ്റ് ദ ഗിവൺ സീരീസ് summation 9 raised to k by k factorial അതാണ് നമ്മുടെ സീരീസ്. ദ ഗിവൺ സീരീസ് ഈസ് കൺവേർജൻറ്റ് അത്രേ ഓർക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൺക്ലൂഷൻ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ സെയിം അതുപോലത്തെ ഒരെണ്ണം. ചെക്ക് ദ കൺവേർജൻസ് ഓഫ് 2k ഫാക്ടോറിയൽ ബൈ 4 റൈസ് ടു k. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് റേഷ്യോ ടെസ്റ്റിന്, കമ്പാരിസൺ ടെസ്റ്റിന് പോളിനോമിയൽസ് എല്ലാം ന്യൂമറേറ്ററിൽ കിട്ടും. ഓൾ ടേം റൈസ് ടു n ഇല്ല. ഓൾ ടേം റൈസ് ടു n ആണെങ്കിൽ നമുക്ക് റൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്യാം. ഇവിടെ റേഷ്യോ ടെസ്റ്റിന് വേണ്ടി ഫസ്റ്റ് റൈറ്റ് ഡൗൺ യു കെ ഈസ് 2k ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 റൈസ് ടു k. നെക്സ്റ്റ് വൺ uk plus 1. uk plus 1 is obtained by replacing all k by k plus 1 in uk. യിലെ ഓരോ kക്ക് പകരം k plus 1 കൊടുക്കണം. ശ്രദ്ധിക്കുക, 2k കംപ്ലീറ്റ് 2k ഫാക്ടോറിയൽ ആണ്, ജസ്റ്റ് 2 ഇൻറ്റു k ഫാക്ടോറിയൽ. അപ്പോൾ 2kക്ക് പകരം k നമ്മൾ എല്ലാ kനെയും k plus 1 വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇതെന്താവും 2 ഇൻറ്റു k plus 1. ഓക്കെ, അല്ലാതെ 2k plus 1 അല്ല, അത് തെറ്റാണ്. 2 ഇൻറ്റു k plus 1 ഫാക്ടോറിയൽ divided by 4 raised to k. That is 2 into k plus 1 is actually 2k plus 2. അത് മാത്രമേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൂ. ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ 4 raised to k അല്ല, 4 raised to k plus 1. 4 raised to k plus 1. Now find the value of rho is limit k tends to infinity uk plus 1 divided by uk. That is limit k tends to infinity uk plus 1 is 2k plus 2 factorial divided by 4 raised to k plus 1 divided by 2k factorial divided by 4 raised to k. That is limit k tends to infinity 2k plus 2 factorial divided by 4 raised to k plus 1 into just reciprocal which multiplier denominator of 4 raised to k by 2k factorial. എന്തായാലും ക്യാൻസലേഷൻ ഈ ഫാക്ടോറിയൽ ടേംസും പവർ ടേംസും ഒക്കെ വരുമ്പോൾ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെ അതിനെ ക്യാൻസൽ ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 2k plus 2 ഫാക്ടോറിയൽ, നേരത്തെ ഞാൻ പറഞ്ഞു n ഫാക്ടോറിയലിനെ n into n minus 1 ഫാക്ടോറിയൽ എഴുതാം. 2k plus 2ഉം 2k. ഔട്ട് ഓഫ് ദീസ് 2k plus 2 is the largest one. അതായത് 5 ഫാക്ടോറിയലിന് തന്നെ നമുക്ക് 5 into 4 ഫാക്ടോറിയൽ എഴുതാൻ പറ്റും. അപ്പോൾ 2k plus 2 ഫാക്ടോറിയലിന് എന്ത് എഴുതാം? 2k plus 2 into 2k plus 1 ഫാക്ടോറിയൽ. അങ്ങനെ എഴുതിയതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഡിനോമിനേറ്റർ 2k ഫാക്ടോറിയൽ ആയില്ല. അപ്പോൾ 2k plus 2 into 2k plus 1 into 2k factorial divided by 4 raised to k plus 1 is 4 raised to k into 4 into 4 raised to k by 2k factorial. Cancel ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്യാം. 2k factorial get cancelled. 4 raised to k get cancelled. Remaining terms are limit k tends to infinity 2k plus 2 into 2k plus 1 divided by 4.
ഇവിടെ ഡയറക്റ്റ് ഇൻഫിനിറ്റി കൊടുത്താൽ 2 into infinity, infinity into infinity by 4 എന്നൊക്കെ വരും, which is infinity. Rho is infinity. Rho is infinity എന്ന് പറഞ്ഞാൽ greater than 1 എന്നല്ല ആക്ച്വലി. ഇൻഫിനിറ്റി വന്നാൽ നമുക്ക് എന്ത് ചെയ്താം? Rho equal to infinity means which is clearly greater than 1. Therefore, the given series by ratio test, by ratio test, the given series is convergent. Okay, അത്രയുള്ളൂ. സെയിം തന്നെ ഇതുപോലത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ചെക്ക് ദ കൺവേർജൻസ് ഓഫ് 3k plus 2 by 2k. സോറി, ഇവിടെ convergence of the series summation k from 1 to infinity 3k minus ഇവിടെയും സീരീസിന്റെ സമ്മേഷൻ എഴുതിയില്ല കേട്ടോ. സമ്മേഷൻ k from ചെക്ക് ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ് ആണ് കേട്ടോ. സീരീസിന്റെ സമ്മേഷൻ ഇടാൻ കിട്ടുന്നതാണ് നേരത്തെ പ്രോബ്ലത്തിൽ, അത് എഴുതണം. ചെക്ക് ദ കൺവേർജൻസ് ഓഫ് സമ്മേഷൻ k from 1 to infinity 3k plus 2 by 2k minus 1 raised to k, all raised to k. ഞാൻ പറഞ്ഞു all raised to k വന്നാൽ നമ്മൾ ഏത് ടെസ്റ്റ് യൂസ് ചെയ്യണം? റൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്യണം. For that, which is uk is 3k plus 2 by 2k minus 1 raised to k. അതായത് സമ്മേഷൻ uk എന്നുള്ള സീരീസിന്റെ kth ടേമാണ് uk. uk is this one. Now uk raised to, now define rho as limit k tends to infinity uk raised to 1 by k. That is limit k tends to infinity uk is 3k plus 2 by 2k minus 1 raised to k ആണ് kth term, all raised to 1 by k. a raised to m all raised to n എന്ന് പറഞ്ഞാൽ എന്താ? a raised to m into n അല്ല. അപ്പോൾ k നെ 1 by k വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 3k plus 2 by 2k minus 1. a raised to m all raised to n is a raised to m into n. ഇവിടെ എന്ത് വരും? എന്തൊരു ടേം? raised to k raised to 1 by k into 1 by k വരും. അപ്പോൾ k into 1 by k എന്ത് വരും? raised to 1. അപ്പോൾ ഈ ടേം മാത്രം വരും raised to k into 1 by k. That is equal to limit k tends to infinity 3k plus 2 by 2k minus 1 raised to 1. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് k tends to infinity എന്നുള്ള ലിമിറ്റ് കൊടുക്കണം. k tends to infinity എന്ന് കൊടുത്താൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി വരും. അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിൽ kയുടെ ഹയസ്റ്റ് ഡിഗ്രി എത്രയാ? k ആണ്. ഡിനോമിനേറ്ററിലും k ആണ്. അപ്പോൾ എന്ത് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ നോക്കുക. ലിമിറ്റ് k tends to infinity, ഞാൻ ന്യൂമറേറ്ററിൽ നിന്ന് k ഔട്ട് സൈഡ് എടുക്കുന്നു. k ആണ് മാക്സിമം വരുന്നത്. k ഔട്ട് സൈഡ് എടുക്കുന്നു. അപ്പോൾ 3 plus 2 by k എന്ന് തോന്നുന്നു. ഡിനോമിനേറ്ററിൽ നിന്ന് k ഔട്ട് സൈഡ് എടുത്താൽ k into 2 minus 1 by k. kയും kയും ക്യാൻസൽ ചെയ്യുന്നു. ഇനി k tends to infinity എന്നുള്ള ലിമിറ്റ് കൊടുത്താൽ 3 plus 2 by infinity, that is 0 വരും. ഡിനോമിനേറ്റർ 2 minus 1 by infinity, അതും 0 വരും. അപ്പോൾ 3 by 2, that is 1.5. That is rho equal to 1.5, which is greater than 1. Greater than 1 by root test. And the by root test, the given series, the series is divergent. Rho is greater than 1 അല്ല. അപ്പോൾ അങ്ങനെ എഴുതോട്ടെ. കൺക്ലൂഷൻ മസ്റ്റ് ആയിട്ട് by root test the given series is convergent. അത് എഴുതുക. ഓക്കെ, ഇനി ആ ടൈപ്പിലുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തു. ഇതിൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണിതാ. സെക്കൻഡ് വൺ ചെയ്യാം, തേർഡ് വൺ പറ്റും. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫോർത്ത് വൺ അത് പറ്റും. സെക്കൻഡ് വൺ എന്തായിരിക്കും? ഏത് മെത്തേഡ്? 99 raised to k by k ഫാക്ടർ. ഇതേപോലത്തെ ഒരെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. 99ന് പകരം 9 മെത്തേഡ് ഇവിടെ തന്നെ അതൊരെണ്ണം ചെയ്യാം. അത് റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യാം. 1 by 3 raised to k plus 1 അതും ചെയ്യാൻ പറ്റും. ഫോർത്ത് വൺ ചെയ്യാൻ പറ്റും. ഇത് ഫിഫ്ത്ത് വൺ ചെയ്യാൻ നോക്കും. ഓൾ റേസ് ടു കെ ഇപ്പം ചെയ്തത് തന്നെ. അതൊക്കെ ഡയറക്റ്റ് നിങ്ങൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മനസ്സിലാവും എന്താണ് റോ ഈക്വൽ ടു കിട്ടുക. സിക്സ്ത് വൺ പറ്റും, ട്രൈ ചെയ്യുക, ഉറപ്പില്ലാതെ നിങ്ങൾക്ക് പറ്റും. സെവൻത്ത് വൺ ചെയ്യാം, എയ്ത്ത് വൺ ചെയ്യാം, നയൻത്ത് വൺ. ഇതൊക്കെ നിങ്ങൾ ഹോംവർക്കായി ചെയ്യാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക ഫസ്റ്റും സിക്സ്ത് വൺ ആണ്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തുതരാം. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കൊടുക്കാം. ഇനി
check the convergence of this series. ഇവിടെ നോക്കൂ, സീരീസ് എന്താ? summation k from 1 to infinity k into k plus 5 by k plus 1 into k plus 2 into k plus 3. ഇവിടെ polynomials ആണ്, numerator and denominator. better ഏത് യൂസ് ചെയ്യാം? കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യാൻ നമ്മൾ ആദ്യം ഈ സീരീസിനെ കൺസിഡർ ദിസ് സീരീസ് ആസ് ak, that is k into k plus 5, that is k square plus 5k numerator. Denominator is this one, k plus 1 into and we will multiply the k square plus 5k plus 6 varum. Again multiply that k cube plus multiply just 5k square plus 6k plus k square plus 5k plus 6, that is k square plus 5k divided by k cube plus 5k square and k square only, that is 6k square plus 11k plus 6. That is k square plus 5k plus k plus 2 into k plus 3. Then we will multiply the k cube 5k square 6k k square 5k plus 6. Add the k cube 6k square 5k square into k square into 6k square 6k 5k 11k will 6. This is sigma ak sigma ak. Now we have to find out sigma bk. Sigma bk is sigma numerator highest term k square, denominator k cube, that is sigma 1 by k, which is a p series or a harmonic series. Harmonic series p series with p equal to 1 harmonic series. The harmonic series which is a harmonic series. Therefore, it is divergent. Thanna series divergent. We choose the series divergent. In rho equal to limit k tends to infinity ak by bk. If ak by bk is finite, then since bk is divergent, ak is also divergent. If it is not, if rho is infinite, then ak is convergent. Opposite. Limit k tends to infinity ak k square plus 5k by k cube plus 6k square plus 11k plus 6 divided by 1 by k. Just multiply the limit k tends to infinity 1 by k into k square plus 5k into k, that is k cube plus 5k square divided by k cube plus 6k square plus 11k plus 6. Denominator maximum k cube outside k cube into 1 plus 5 by k divided by k cube into 1 plus 6 by k plus 11 by k square plus 6 by k cube. K cube cancel, limit apply k tends to infinity 1 plus 5 by infinity divided by 1 plus 6 by infinity plus 11 by infinity plus 6 by infinity, that is 1 plus 0 divided by 1 plus 0, that is 1. That is rho equal to 1 is, that is rho is finite. Rho finite with the conclusion. Rho and the value is the conclusion limit comparison test. If rho is finite, then both the series behave alike. So, conclusion here rho equal to 1, which is finite. Therefore, sigma ak and sigma bk behaves alike. Renting convergence behavior therefore sigma ak, since sigma bk is divergent, sigma bk divergent we choose therefore the given series sigma ak equal to this one, sigma k into k plus y by k plus 1 into k plus 2 into k plus 3 is divergent. Neat, I know.